കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നുള്ള അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട്ടിലെത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജ്. സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന് മന്ത്രി വീണ ജോർജ് ഉറപ്പു നൽകി. സർക്കാരിൽ പ്രതീക്ഷയുണ്ടെന്ന് ബിന്ദുവിന്റെ കുടുംബം പ്രതികരിച്ചു. അപകടം നടന്ന 4-ാം ദിവസമാണ് ബിന്ദുവിന്റെ വീട്ടിൽ മന്ത്രി വീണ ജോർജ് എത്തുന്നത്. CPIM നേതാക്കൾക്കൊപ്പം എത്തിയ മന്ത്രി ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതനെയും അമ്മ സീതാലക്ഷ്മിയെയും ആശ്വസിപ്പിച്ചു. സ്ഥിരം തൊഴിൽ ഉൾപ്പെടെയുള്ള കുടുംബത്തിന്റെ ആവശ്യത്തിൽ സർക്കാർ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. സർക്കാർ അവർക്ക് ഒപ്പം പൂർണ്ണമായിട്ടും ഉണ്ടാകും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇക്കാര്യം സംസാരിച്ചിരുന്നു. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മന്ത്രിസഭാ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അത് പ്രഖ്യാപിക്കും. മന്ത്രിയുടെ സന്ദർശനത്തിൽ പ്രതീക്ഷയുണ്ടെന്ന് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ. പോസിറ്റീവായി ഇനി നമ്മൾ ഒരുപാട് പറഞ്ഞ് എല്ലാവർക്കും അറിയാം, ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം ഇവിടെ കണ്ടപ്പോൾ അറിയാമല്ലോ. എല്ലാം ഒരു പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കാമെന്നും പറഞ്ഞാൽ പോയി, കുഴപ്പമില്ല. എല്ലാം മുന്നോട്ട്. ബിന്ദുവിന്റെ കുടുംബത്തിന് കൈത്താങ്ങായി ജോലി ചെയ്തിരുന്ന തലയോലപ്പറമ്പിലെ ടെക്സ്റ്റൈൽ സ്ഥാപനവും സഹായം പ്രഖ്യാപിച്ചു. 1 ലക്ഷം രൂപ 2 ദിവസം ഞാൻ കൊടുക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് ആജീവനാന്തം എല്ലാ മാസവും 5000 രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും. എല്ലാ മാസവും അമ്മയുടെ പേരിൽ അക്കൗണ്ടിൽ 5000 രൂപ വെച്ചിട്ട് കൊടുക്കാം. ബിന്ദുവിന്റെ കുടുംബത്തിന് ധനസഹായത്തിനുള്ള റിപ്പോർട്ട് ജില്ലാ കളക്ടർ സർക്കാരിന് സമർപ്പിച്ചു. റിപ്പോർട്ട് പരിഗണിച്ചാകും ധനസഹായ പ്രഖ്യാപനം. 24 കോട്ടയം.